നമസ്കാരം. ലോകത്തിന് തന്നെ, ലോകസമാധാനത്തിന് തന്നെ, മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി മാറിയ നിരവധി ഭരണാധികാരികളെക്കുറിച്ച്, ഏകാധിപതികളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഹിറ്റ്ലർ, സ്റ്റാലിൻ, അതുപോലെ തന്നെ ഈദി അമീൻ, അങ്ങനെയുള്ള ഭരണാധികാരികൾ, അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവികളായ ഭരണാധികാരികൾ, സിയ ഉൾ ഹഖ് തുടങ്ങിയ ഭരണാധികാരികൾ, അതുപോലെ കുപ്രസിദ്ധനായ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുപ്രസിദ്ധനായ മറ്റൊരു ഏകാധിപതിയാണ് ഉത്തര കൊറിയൻ ഭരണത്തലവൻ കിം ജോങ് ഉൻ. ഇദ്ദേഹത്തിൻ്റെ ഭരണരീതികളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. വലിയ രീതിയിൽ അതൊക്കെ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം യുദ്ധം ചെയ്യുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ ഉടൻ തന്നെ ഒരു യുദ്ധമുണ്ടാകും, ഒരു ലോക യുദ്ധമുണ്ടാകും, അത് ഉത്തര കൊറിയ മുന്നിൽ നിന്ന് നയിക്കും, ലോകം ഞാൻ കീഴടക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ ലോകത്തെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വ്യക്തമാക്കിയത്. യുദ്ധക്കൊതിയനായ, ചോരക്കൊതിയനായ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തുള്ളവരെ തന്നെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കരിനിയമങ്ങൾ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി. എന്തിനാണ് ഇങ്ങനെയൊരു ഭരണാധികാരി എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ജനാധിപത്യം എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ പാലിക്കുന്ന വളരെ സ്തുത്യർഹമായ രീതികളാണ്. അതൊക്കെ ഉത്തര കൊറിയൻ ഭരണ രീതിയുമായി നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എത്ര യാതന അനുഭവിക്കുന്നു. ഒപ്പം തന്നെ യുദ്ധം ചെയ്യാൻ അവിടെയുള്ള ചെറിയ കുട്ടികളെ വരെ യുദ്ധ പരിശീലനമൊക്കെ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം കിം ജോങ് ഉൻ വ്യക്തമാക്കിയത്. രാജ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പ്രതികരിച്ചത്. രാജ്യത്തെ പ്രധാന സൈനിക സർവകലാശാല സന്ദർശിച്ച ശേഷമാണ് കിം ജോങ് ഉൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ലോകം കീഴടക്കണം, യുദ്ധം ചെയ്യണം. 2011 മരിച്ച തൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കിം ജോങ് ഉൻ യൂണിവേഴ്സിറ്റി ഓഫ് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്സിലാണ് കിം ജോങ് ഉൻ എത്തിയത്. അത് ഇവിടെ എത്തി യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ് ഇദ്ദേഹം സംസാരിച്ചത്. അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു ചിന്തയുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇയാളുടെ കീഴിൽ, കിം ജോങ് ഉന്നിൻ്റെ കീഴിൽ സമീപ വർഷങ്ങളിൽ ഉത്തര കൊറിയ ആയുധശേഖരം ശക്തിപ്പെടുത്തുകയും റഷ്യയുമായി കൂടുതൽ സൈനികവും രാഷ്ട്രീയവുമായ ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ വരാനിരിക്കുന്ന യുദ്ധത്തിന് മുന്നോടിയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. ശത്രുക്കൾ ഉത്തര കൊറിയയുമായി സൈനിക ഏറ്റുമുട്ടലിന് തീരുമാനിച്ചാൽ കൈവശമുള്ള എല്ലാ മാർഗങ്ങളും അണിനിരത്തി മറുപടി നൽകും എന്നൊക്കെയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യവും ഉത്തര കൊറിയയെ ചുറ്റിപ്പറ്റിയുള്ള അസ്ഥിരവുമായ സൈനിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ ചർച്ചയായത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത്. മുമ്പത്തേക്കാൾ കൂടുതൽ സമഗ്രമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ട സമയമാണ് ഇതെന്നുമാണ് ഉത്തര കൊറിയൻ ജനതയോട് അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത്. ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറെടുക്കണം, മറ്റ് രാജ്യങ്ങളെ വരുതിയിലാക്കണം, നശിപ്പിക്കണം, ലോകത്ത് സമാധാനമല്ല യുദ്ധമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ആ രാജ്യത്തിന് തന്നെയല്ല, ഉത്തര കൊറിയയ്ക്ക് തന്നെയല്ല, ലോകത്തിന് തന്നെ നാണക്കേടാണ്, ഭീഷണിയാണ്. ഇത്തരത്തിലുള്ള ഭരണാധികാരികളുടെ ചരിത്രം നമുക്കറിയാം. അവരൊക്കെ തന്നെ നേരാമണ്ണം മരിച്ചിട്ട് പോലുമില്ല, അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായ മരണം പോലും ഇവർക്കാർക്കും കിട്ടിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. ഇത്തരം ഏകാധിപതികളെ ഇക്കാലത്തും വച്ചുകൊണ്ടിരിക്കുന്ന ഉത്തര കൊറിയൻ ജനതയുടെ ദയനീയ അവസ്ഥ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. യുദ്ധവും കരിനിയമങ്ങളും ജനങ്ങളെപ്പോലും, സ്വന്തം ജനങ്ങളെപ്പോലും ബുദ്ധിമുട്ടിക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസമോ പോഷകാഹാരമോ ലഭിക്കാതെ ഉത്തര കൊറിയയിൽ നരകയാതന അനുഭവിക്കുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ഡോളറാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ മയക്കുമരുന്നുകൾക്ക് മാത്രമായി ചെലവഴിക്കുന്നത് എന്ന ഒരു റിപ്പോർട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ഇനിയിപ്പോൾ പുതിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഉത്തര കൊറിയ ലോകം കീഴടക്കും എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഭരണാധികാരി, ഇദ്ദേഹത്തെ ഒരു ഭരണാധികാരി എന്ന് പോലും വിളിക്കാൻ നാണക്കേടാണ്. സത്യം പറഞ്ഞാൽ അത് ലോക ജനതയ്ക്ക് തന്നെ നാണക്കേടാണ്, ഉത്തര കൊറിയൻ ജനതയ്ക്കും നാണക്കേട് തന്നെയാണ് ഇത്തരക്കാരെ ഉയർത്തിപ്പിടിക്കാൻ. മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയായി ഇത്തരത്തിലുള്ള നേതാക്കൾ മാറിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ കൃത്യമായ തിരിച്ചടികളും ലോകം നൽകിയിട്ടുണ്ട്.